ശ്ശേരി കോട്ടാക്ഷേത്രത്തിലെ 60 പവനോളം സ്വർണം തിരിമറി നടത്തിയ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി.പി. വിനോദൻ അറസ്റ്റിൽ. കടിയങ്ങാട് നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ്. ജനം ഇംപാക്ട് വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും ചെയ്യുന്നുണ്ട്. അനഘ, മാസങ്ങൾക്ക് മുൻപ് ജനം TV ബ്രേക്ക് ചെയ്ത ഒരു നിർണായക വാർത്ത, ആ വാർത്തയ്ക്ക് ഇന്ന് നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയുമോ? എവിടെ നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാലുശ്ശേരി കോട്ടാക്ഷേത്രത്തിലെ 60 പവനോളം ഭക്തർ ഈ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള 60 പവനോളം സ്വർണ്ണ ഉരുപ്പടികളാണ് ആ ബാലുശ്ശേരി ക്ഷേത്രത്തിലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന സമയത്ത് ടി.പി. വിനോദൻ തിരിമറി നടത്തിയത്. ആ ക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിൽ 60 പവൻ സ്വർണം കാണുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ടി.പി. വിനോദനാണ് കേസിലെ പ്രതി എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ പ്രതി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു. പോലീസ് നിരന്തരം അന്വേഷണം നടത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടി.പി. വിനോദന് CPM-മായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഭരണം മാറിയിരിക്കുന്നു. CPM-ന്റെ തണൽ ഈ ടി.പി. വിനോദന് ലഭിക്കാതെ വരുന്നു. അങ്ങനെയാണ് ഇന്ന് ബാലുശ്ശേരി SI ആയിട്ടുള്ള ഈ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടി.പി. വിനോദനെ കടിയങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത ടി.പി. വിനോദനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ കടക്കുക. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഈ കേസിൽ ആ ബാലുശ്ശേരി കോട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി വിശ്വാസികൾ എത്തുന്ന ഒരു പ്രമുഖ ക്ഷേത്രമാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ 60 പവൻ എവിടെയാണുള്ളത്, എന്ത് ചെയ്തു? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം തേടിയായിരിക്കും ഇനി അങ്ങോട്ടുള്ള അന്വേഷണം നടക്കുക. എന്തായാലും ഇത്രയും കാലം നമ്മൾ നിരന്തരം വാർത്ത ചെയ്തതാണ് ഈ ടി.പി. വിനോദൻ എന്ന CPM അനുഭവമുള്ള ആൾ ഈ പേരാമ്പ്ര അതുപോലെ ബാലുശ്ശേരി ഭാഗങ്ങളിലൊക്കെ പോലീസിന്റെ കൺമുന്നിലൂടെ പലവട്ടം നടന്നിട്ടുണ്ടായിരുന്നു. BJP വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിലും അതുപോലെ തന്നെ ഈ പേരാമ്പ്രയിലാണ് ടി.പി. വിനോദന്റെ വീട്. ടി.പി. വിനോദൻ നിരന്തരം വീട്ടിൽ വന്ന് പോകാറുണ്ട് എന്നതൊക്കെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ ടി.പി. വിനോദനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ന് ഉച്ചയോടെയാണ് ടി.പി. വിനോദൻ പോലീസിന്റെ വലയിലാകുന്നത്. പേരാമ്പ്ര ബാലുശ്ശേരി SI ആയിട്ടുള്ള വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടി.പി. വിനോദനെ അല്പം മുമ്പ് കടിയങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. തുടർന്ന് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. എന്തായാലും ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ്. നിരന്തരം നമ്മൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം 1-2 പവനല്ല, ഈ ക്ഷേത്രത്തിൽ നിന്ന് 60 പവനോളം സ്വർണമാണ് നഷ്ടപ്പെട്ടിരുന്നത്. മുൻ ദേവസ്വം അംഗങ്ങൾ പോലും ഈ കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പോലും പ്രതിയെ പിടികൂടാൻ പോലീസ് സംവിധാനത്തിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഭരണം മാറി UDF അധികാരത്തിലേക്ക് എത്തി. അതിന് തൊട്ട പിന്നാലെയാണ് ഇപ്പോൾ ടി.പി. വിനോദൻ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിലായിരിക്കും ഈ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുക. അശ്വതി, ശരി, എന്തായാലും വ്യക്തമാണ് അനഘ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടി.പി. വിനോദൻ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ജനം TV പുറത്തുവിട്ട വാർത്തയിൽ നടപടി കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.